വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ച വഴിമുട്ടിയിരിക്കെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഖത്തർ ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾ. ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ ട്രംപിനെ 20 സമാധാന പദ്ധതി ഒന്നാകെ തകരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു. ഗസ യുദ്ധം അവസാനിപ്പിച്ച് 3000 വർഷത്തിനിടെ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ തനിക്ക് കഴിഞ്ഞതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. അതിശൈത്യം മൂലം ഒരു കുഞ്ഞുകൂടി മരിച്ച ഗസ സിറ്റിയിലേക്ക് സഹായ വിലക്ക് തുടരുകയാണ് ഇസ്രായേൽ. അധിനിവേശ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാൻ കാനഡ സംഘത്തിന് അനുമതി തടഞ്ഞ ഇസ്രായേൽ. MC നാസർ ചേരുന്നുണ്ട്. MC-യെ സഹായ വിലക്ക് ഇപ്പോഴും തുടരുന്നു. അവിടുത്തെ സ്ഥിതി ഗുരുതരമാണ്. കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ രണ്ടാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്താണ് അവരുടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ? തന്നെ ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ അതേസമയം ഈ വെടിനിർത്തലിന്റെ തുടർഘട്ടത്തിലേക്ക് നീങ്ങണമെങ്കിൽ കൃത്യമായിട്ടുള്ള ചില മുന്നുപാധികൾ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 27 ഹമാസ് കൈമാറിയിരുന്നു. ഒരു മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ആ മൃതദേഹം കൂടി കൈമാറിയാൽ മാത്രമേ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കൂ എന്നാണ് അമേരിക്ക ഔദ്യോഗികമായി തന്നെ UN-ന് മുമ്പാകെ വ്യക്തമാക്കിയത്. ഇസ്രായേലും അതേ നിലപാടിൽ തന്നെ തുടരുകയാണ്. പക്ഷേ അതേസമയം 800-ലധികം തവണയാണ് ഈ പിന്നിട്ട ഒക്ടോബർ 10 മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിക്കുകയും 400ഓളം പലസ്തീനികളെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതി പൂർണ്ണമായിട്ട് പരാജയപ്പെടുമെന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഖത്തർ പ്രധാനമന്ത്രി വാഷിംഗ്ടണിലെത്തി ഇന്നലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ വെടിനിർത്തൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇസ്രായേൽ ഈ കരാറിനോടുള്ള നീതി പുലർത്തേണ്ടതുണ്ട്. ഈ വെടിനിർത്തൽ ലംഘനം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് ഏറ്റവും കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കണം. കാരണം 2 കൊല്ലത്ത് നീണ്ട യുദ്ധം, അതോടൊപ്പം തന്നെ ഇപ്പോൾ സമീപകാലത്തുണ്ടായ പ്രകൃതിക്ഷോഭം, ഇതുമൂലം വലയുന്ന മനുഷ്യർക്ക് ഏറ്റവും കുറഞ്ഞത് മിനിമം സാന്ത്വനമെങ്കിലും പകരാൻ അന്തർദേശീയ സംഘങ്ങൾക്ക് അവരുടെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും ഗസയിൽ എത്തിക്കാനുള്ള അനുമതി ഇനിയും ഇസ്രായേൽ നൽകുന്നില്ല. ഇത് നിലവിലുള്ള ഒരു സാഹചര്യം ഗുരുതരമായിട്ടുള്ള ഒരു വെല്ലുവിളിയും പ്രതിസന്ധിയുമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളും അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കരാറുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് നൽകുന്നത്. പക്ഷേ എത്ര കണ്ട് ഇതിൻ്റെ പ്രയോഗവൽക്കരണം നടക്കും, ഇസ്രായേലിനെ അതിലേക്ക് എത്ര കണ്ട് പ്രേരിപ്പിക്കാൻ സാധിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന ആ ചർച്ചയോടുകൂടി മാത്രമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുക. ഈ ഗസയിൽ വിന്യസിക്കുന്ന സേനയുമായി ബന്ധപ്പെട്ടും മധ്യസ്ഥ രാജ്യങ്ങൾ അഭിപ്രായം വ്യക്തമാക്കിയെന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഖത്തർ ആ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരണം വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയിലേക്ക് കടന്നിട്ടില്ല. ഏതൊക്കെ രാജ്യങ്ങൾ എത്ര സൈന്യത്തെ അയക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിലൊരു ധാരണ വേണം. നേരത്തെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് തങ്ങൾ ഉദ്ദേശിക്കുന്ന തങ്ങൾക്ക് താല്പര്യമുള്ള രാജ്യങ്ങളെ മാത്രമേ സേനയെ അയക്കാൻ അനുവദിക്കുകയുള്ളൂ. ഖത്തർ അതോടൊപ്പം തന്നെ തുർക്കി, ഈ 2 രാജ്യങ്ങളുടെ സേന നിലവിലുള്ള സാഹചര്യത്തിൽ ഗസയിലേക്ക് വരുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക്, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന ഒരു നിലപാടാണ് ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അമേരിക്ക അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. അമേരിക്ക അത്തരം തുർക്കിയെയും ഖത്തറിൻ്റെയും സേന ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ കൂടുതൽ സൈന്യം ഗസയിലേക്ക് വരേണ്ടതുണ്ട് എന്ന നിലപാടിലാണ്. പക്ഷേ ഈ ഗസയിലേക്ക് കൊണ്ടുവരുന്ന സൈന്യത്തിൻ്റെ ചുമതല എന്തായിരിക്കും, അത് അവർക്ക് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, ദൈനംദിന കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഈ സേന ഒരു നിലക്കും ഗസയിലെ ഫലസ്തീൻ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ദൈനംദിന കാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല എന്ന വളരെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഹമാസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം അവ്യക്തമായി തന്നെ തുടരുകയാണ്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ളൊരു ചർച്ചയിലൂടെ മാത്രമായിരിക്കും ഇക്കാര്യത്തിലും വ്യക്തത വരാൻ പോകുന്നത്. ധന്യ. ശരി MC. കാലാവസ്ഥാ മാറ്റത്തിന് പിന്നാലെ സൗദി അതിശൈത്യത്തിലേക്ക് നീങ്ങുന്നു. ചില പ്രദേശങ്ങളിൽ താപനില -2 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ,
ഹായിൽ, അൽ ഗസീം, മദീന മേഖലയിൽ താപനില താഴും. റിയാദും തണുപ്പിന് കാഠിന്യമേറിയിരിക്കുകയാണ്. കിഴക്കൻ പ്രവിശ്യകളിലും സമാനമാണ് സ്ഥിതി എന്നറിയുന്നു. വിവരങ്ങളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. മിഷാല്, അതിശൈത്യത്തിലേക്ക് എത്തുന്നു ഗൾഫ് രാജ്യങ്ങൾ എന്നുള്ളതാണ്. അതും സൗദിയിലെ എന്തൊക്കെയാണ് റിയാദിലെയും ജിദ്ദയിലെയും ഉൾപ്പെടെയുള്ള അവസ്ഥകൾ? ധന്യ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ മഴയ്ക്ക് പിന്നാലെ അതിശൈത്യം സൗദിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ ശക്തമായ തണുപ്പാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. സൗദിയിലെ ഹായിൽ പ്രവിശ്യ, തബൂക്ക് പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങൾ, അതോടൊപ്പം വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ട്. കസീം, ഹായിൽ എന്നിവയുടെ അതിർത്തി പ്രദേശങ്ങളായ മരുഭൂ പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി മുതൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയിലും നാളെ പുലർച്ചെയും സമാനമായിരിക്കും സ്ഥിതി എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാദിലാണ്. ഇവിടെ ഇന്ന് പകൽ ഏകദേശം മുഴുവനായും മഴയും അതോടൊപ്പം മൂടിക്കെട്ടിയ അന്തരീക്ഷവുമായിരുന്നു. ഇതിന് പിന്നാലെ അതിശക്തമായ തണുപ്പും നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ആരോഗ്യ മന്ത്രാലയവും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പെട്ടെന്നുള്ള ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി വിവിധ ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. അതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് അറിയിപ്പ്. രാജ്യത്തുടനീളം ഏതാണ്ട് 3 മാസത്തോളം ഇനി തണുപ്പ് കാലം തുടരും. ഫെബ്രുവരി പകുതിയോടെ ആയിരിക്കും തണുപ്പിന് കുറവ് വരിക. അതുവരെ കഠിനമായ തണുപ്പായിരിക്കും തുടരുക. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ തണുപ്പ് അല്പം നേരത്തെയാണ് എത്തിയത് എന്നതും പ്രത്യേകതയാണ്. തണുപ്പിന്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ മന്ത്രാലയം വരും ദിവസങ്ങളിൽ തുടരും. കനത്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയിൽ പല ദിവസങ്ങളിലായി റിയാദിലും അതോടൊപ്പം കിഴക്കൻ പ്രവിശ്യ മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും കാലാവസ്ഥ നിലവിൽ കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങുകയാണ്. തണുപ്പിനെ നേരിടാൻ മലയാളികളായ പ്രവാസികളടക്കം നിലവിൽ തയ്യാറെടുക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് മുതൽ സൗദിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശൈത്യകാല അവധിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂളുകളും സമാനമായ രീതിയിൽ തന്നെ ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇനി തുറക്കുക. ഇതിനാൽ തന്നെ കൊടും തണുപ്പിന്റെ സാഹചര്യം നേരിടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. അതേസമയം രാജ്യത്ത് വിനോദസഞ്ചാര മേഖല കൂടി സജീവമാകുന്ന സമയം കൂടിയാണിത്. ഈ സമയം യാത്ര ചെയ്യുന്നവർ സൗദി അതിശൈത്യത്തിലേക്ക് കടക്കുകയാണ്. പല നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ ഉണ്ട്. മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. യുഎഇയിൽ ശക്തമായ മഴ തുടരുന്നു. റാസൽ ഖൈമയിൽ കാറ്റിൽ കല്ല് ദേഹത്ത് പതിച്ച് മലയാളി മരിച്ചു. ഇന്ന് രാത്രി മുതൽ മഴ കൂടുതൽ കനക്കുമെന്നതിനാൽ രാജ്യവ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. നാളെ സ്വകാര്യ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാൻ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഷാർജയിൽ ഇന്ന് രാത്രി മുതൽ പാർക്കിംഗ് പൂർണ്ണമായും സൗജന്യമാക്കി. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, കനത്ത മഴയാണ് യുഎഇയിലെങ്ങും. പല സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? നിലവിലെ കാലാവസ്ഥാ റിപ്പോർട്ട് എങ്ങനെയാണ്? ധന്യ, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങരുത് എന്നാണ് ഒരു നിർദ്ദേശം വിവിധ എമിറേറ്റുകളിലെ പോലീസ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ പുലർച്ചെ വരെ ശക്തമായ മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മിക്ക സ്ഥാപനങ്ങളിലും, അതായത് ഈ മഴ ബാധിക്കുന്ന സ്ഥലങ്ങളിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കണം എന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദാരുണമായൊരു അപകടമുണ്ടായത് റാസൽ ഖൈമയിലാണ്. ഒരു മലപ്പുറം കൊടിഞ്ഞി സ്വദേശിയായ സൽമാൻ ഫാരിസാണ് ഈ കാറ്റിൽ കല്ല് ദേഹത്ത് പതിച്ച് മരിച്ചത്. ശക്തമായ മഴ ഉണ്ടായതിനെ തുടർന്ന് മഴ നനയാതിരിക്കാൻ നിർമ്മാണം നടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് കയറി നിൽക്കുകയായിരുന്നു സൽമാൻ ഫാരിസ്. അദ്ദേഹം ഒരു ഷവർമ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അതിനിടയിൽ ഈ നിർമ്മാണം നടക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കാറ്റിൽ ഒരു കല്ല് ദേഹത്ത് പതിച്ചാണ് അദ്ദേഹം മരിച്ചത്. ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മഴ ശക്തമാകുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ദുബായ് സർക്കാർ ജീവനക്കാർക്ക് നാളെ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങൾ ഉയർന്ന മേഖലയിൽ പാർക്ക് ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ദുബൈയുടെ വിവിധ റോഡുകൾ
റോഡുകളിൽ RTA വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. ഷാർജയിൽ വാഹനങ്ങൾ സുരക്ഷിതമാക്കാനായി എല്ലായിടത്തും പാർക്കിംഗ് ഇന്ന് സൗജന്യമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ വെള്ളിയാഴ്ച പൂർണ്ണമായും പാർക്കിംഗ് സൗജന്യമായിരിക്കും. അത് അവധി ദിവസങ്ങളിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന സ്ഥലങ്ങളിൽ പോലും പാർക്കിംഗ് സൗജന്യമാക്കിയിട്ടാണ് വാഹനങ്ങൾ സുരക്ഷിതമാക്കാനായി സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തന്നെയാണ്. ശരി ഷിനോജ്. കുവൈത്തിൽ അസ്ഥിരമായ കാലാവസ്ഥ തുടരുകയാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ തീരദേശ മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ക്രമേണ ശക്തമാവുകയും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലെത്തുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. കുറഞ്ഞ താപനില 8 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയായി താഴും. വെള്ളിയാഴ്ച മുതൽ മഴയുടെ സാധ്യത കുറയുമെന്നും തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ, ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവുമുണ്ടായി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. തലസ്ഥാനമായ ദോഹയിലും പരിസര പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയാണ് ഉണ്ടായത്. മഴ മൂലം ഫിഫ അറബ് കപ്പിൽ സൗദിയും UAEയും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ ആദ്യ പകുതിക്ക് ശേഷം ഉപേക്ഷിച്ചു. ലുസൈൽ ബോളിവാർഡിൽ നിശ്ചയിച്ചിരുന്ന ഫിഫ അറബ് കപ്പ് ആഘോഷവും സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് റദ്ദാക്കി. ബിർക്കാദ് അൽ അവാമിർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ആലിപ്പഴ വർഷം ഉണ്ടായത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഡ്രൈവർമാർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തണുത്ത കാലാവസ്ഥയും ചെറിയ തോതിലുള്ള മഴയും വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മീഡിയ 1 ദോഹ. ഒമാനിലെ മുസന്തം ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ ഇന്നും കനത്ത മഴ രേഖപ്പെടുത്തി. അടുത്ത 2 ദിവസങ്ങളിൽ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നു. ഇന്ന് രാത്രി മുതൽ രാജ്യത്തുടനീളം തെക്കിഴക്കൻ കാറ്റ് സജീവമാകും. ഇത് രാജ്യത്തുടനീളമുള്ള താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കുമെന്നും CAA അറിയിച്ചു. മുസന്തം ഗവർണറിലെ വിലായത്തുകളിൽ കനത്ത മഴയാണ് ഇന്നും രേഖപ്പെടുത്തിയത്. നിരവധി വാദികൾ നിറഞ്ഞൊഴുകി. ദിബ്ബയിലും മദായിലും മിതമായ മഴയും ലഭിച്ചു. ഇന്ന് രാത്രി മുതൽ മിക്ക ഗവർണറുകളിലും തെക്ക് കിഴക്കൻ കാറ്റ് സജീവമാകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഇത് രാജ്യത്തുടനീളമുള്ള താപനിലയിൽ ഗണ്യമായ കുറവും വരുത്തും. മരുഭൂമിയിലും തീരപ്രദേശങ്ങളിലും പൊടിയും മണലും ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം അടുത്ത 2 ദിവസങ്ങളിൽ ചില ഗവർണറുകളെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ ആഘാതം കണക്കിലെടുത്ത് സാഹസിക ടൂറിസം യാത്രകളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്ന കമ്പനികളോട് സിവിൽ ഏവിയേഷൻ അതോറിറ്റി കാലാവസ്ഥാ ബുള്ളറ്റിനുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നോ നടത്തുന്നതിൽ നിന്നോ വിട്ടുനിൽക്കണമെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത 2 ദിവസം ഒമാന്റെ മിക്ക ഗവർണറുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. മീഡിയ 1 മസ്കത്ത്. ബഹ്റൈനിൽ ശൈത്യകാല ക്യാമ്പിംഗ് സീസൺ ആരംഭിച്ചതോടെ ക്യാമ്പിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുമായി സിവിൽ ഡിഫൻസ്. ക്യാമ്പിംഗ് സമയങ്ങളിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും സുരക്ഷിതമായ അനുഭവം ഉറപ്പാക്കാനുമുള്ള കർശന നിർദ്ദേശങ്ങളാണ് അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടെന്റുകളിൽ സ്ഥാപിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ കണക്ഷനുകളും ആദ്യം തന്നെ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം. ടെന്റുകളിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ച് മാത്രമേ ജനറേറ്ററുകൾ സ്ഥാപിക്കാൻ പാടുള്ളൂ. ഇതിനു പുറമെ ടെന്റുകൾക്കുള്ളിൽ പുകവലിക്കുന്നതും തീ കത്തിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കൽക്കരിയോ വിറകോ പോലെയുള്ള സാധനങ്ങളും കത്തിക്കാൻ പെട്രോൾ അടക്കമുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതും അതീവ അപകടകരമാണെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകുന്നു. പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ടെന്റുകളിൽ നിന്ന് മാറി സുരക്ഷിതമായ പ്രത്യേക സ്ഥലം കണ്ടെത്തണം. ഓരോ ക്യാമ്പ് സൈറ്റിലും കുറഞ്ഞത് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറും ഫസ്റ്റ് എയ്ഡ് കിറ്റും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ക്യാമ്പിംഗ് മേഖലകളിൽ സീസണിലുടനീളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സിവിൽ ഡിഫൻസ് പ്രതിനിധികൾ നേരിട്ടെത്തി പരിശോധനകളും ബോധവൽക്കരണവും നടത്തും. ചെറിയ അശ്രദ്ധകൾ കൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും ഔദ്യോഗിക നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഡിസംബർ 5-നാണ് ബഹ്റൈനിൽ ഈ വർഷത്തെ ക്യാമ്പിംഗ് സീസൺ ആരംഭിച്ചത്. 2026 മാർച്ച് 25 വരെ ശൈത്യകാല ക്യാമ്പിംഗ് സീസൺ നീണ്ടുനിൽക്കും. മീഡിയ 1 ബഹ്റൈൻ. ഇറാഖ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ അനുമതിയില്ലാതെ വേട്ടയാടുന്നത് അനുവദിക്കില്ലെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വേട്ടയാടൽ ആവശ്യത്തോടെ ഇറാഖിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ഇറാഖി അധികാരികളിൽ നിന്ന് ഔദ്യോഗിക പെർമിറ്റ് നേടണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. അനുമതികളില്ലാതെ വേട്ടയാടാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ അടുത്തിടെ വർദ്ധിച്ചു വരുന്നതായും അത് ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
മുഹറഖ് അറാദ് കടൽപ്പാലം വേണമെന്ന ആവശ്യം ബഹ്റൈനിൽ വീണ്ടും ചർച്ചയാകുന്നു. പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് പാലം ഉടൻ നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി മുഹറഖ് മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ വ്യക്തമാക്കി. മുഹറഖിനെയും അറാദിനെയും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്ന പാലം ഉടൻ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാക്കി മുഹറഖ് മുനിസിപ്പൽ കൌൺസിൽ. പ്രദേശത്തെ കടുത്ത ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കടൽപ്പാലം പൂർത്തിയാക്കണമെന്ന നിലപാടിലാണ് കൌൺസിൽ അംഗങ്ങൾ. മുഹറഖിലെയും അറാദിലെയും ജനസാന്ദ്രത വർദ്ധിച്ചതായും അതുകൊണ്ട് തന്നെ റോഡുകളിൽ അനുഭവപ്പെടുന്ന അമിതമായ തിരക്ക് ഒഴിവാക്കാനുള്ള മാർഗമെന്ന നിലയിലുമാണ് പാലമെന്ന ആവശ്യം ശക്തമാകുന്നത്. പാലം പൂർത്തിയായാൽ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രയുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ സുഗമമാകും. ഇതിനു പുറമെ പദ്ധതി നടപ്പിലായാൽ വിനോദസഞ്ചാര മേഖലയ്ക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും കൂടുതൽ ഊർജ്ജമേകും. ഏകദേശം 12 ദശലക്ഷം ദിനാർ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് മുഹറഖ് അറാദ് പാലം. വർഷങ്ങളായി പാലം വേണമെന്ന ആവശ്യം ചർച്ചയിലുണ്ടെങ്കിലും ഇതുവരെ പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് മുനിസിപ്പൽ കൌൺസിൽ വൈസ് ചെയർമാൻ സാലിദ് ബുഹാസ കുറ്റപ്പെടുത്തി. ഈ പദ്ധതി ഉടൻ നടപ്പിൽ വരണമെന്നും അതിനുള്ള പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽ നഹർ പറഞ്ഞു. മുഹറഖിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ പദ്ധതി വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വകുപ്പുമായി സഹകരിച്ച് പാലത്തിന്റെ രൂപരേഖകൾ തയ്യാറാക്കാനും സാങ്കേതിക പഠനങ്ങൾ വേഗത്തിലാക്കാനും കൌൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ നിർദ്ദേശം അധികാരികൾക്ക് കൈമാറാനാണ് കൌൺസിലിന്റെ തീരുമാനം. മീഡിയ 1 ബഹ്റൈൻ. മക്കയിൽ സമ്പൂർണ്ണ ഇലക്ട്രിക് ബസ് സർവീസിന് തുടക്കമായി. സ്വകാര്യ കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രതിവർഷം 15 ലക്ഷം പേർക്ക് യാത്ര ചെയ്യാവുന്നതാണ് ബസ് സർവീസ്. സ്വകാര്യ കമ്പനിയായ പെട്രോമിനുമായി ചേർന്ന് ഉമ്മുൽ ഖുറ ഡെവലപ്മെന്റാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ആദ്യ പൂർണ്ണ വൈദ്യുത ബസ് ശൃംഖല കൂടിയാണ് മക്ക മസാർ ബസ്. ഹറമൈൻ ഹൈസ്പീഡ് മെട്രോ സ്റ്റേഷനെയും ഹറമിനെയും ബന്ധിപ്പിക്കുന്ന രൂപത്തിലാണ് ആദ്യഘട്ട പാത ഒരുക്കിയത്. 4 കിലോമീറ്റർ പാതയിൽ ബസ്സുകൾക്ക് മാത്രമാണ് യാത്ര ചെയ്യാനാവുക. വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താം എന്നതാണ് പ്രത്യേകത. 7 റിയാലാണ് യാത്രാ നിരക്ക്. 2 പ്രധാന ബസ് സ്റ്റേഷനുകളും 11 സ്റ്റോപ്പുകളുമുണ്ട്. 4 ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയാണ് പേയ്മെന്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ. ഇതോടെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും അന്തരീക്ഷ കാർബൺ വർധനവ് തടയാനുമാകും. ഹറമിലെത്തുന്ന തീർത്ഥാടകർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. മീഡിയ 1 മക്ക. ദുബൈയിലെ സ്കൂളുകളിൽ വെള്ളിയാഴ്ചയിലെ അധ്യയന സമയം രാവിലെ 11:30 വരെയാക്കുന്നു. ജനുവരി 9 മുതലാണ് സമയമാറ്റം. യുഎയിലെ ജുമാ സമയം മാറുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് വിദ്യാഭ്യാസ അതോറിറ്റിയായ KHDA അറിയിച്ചു. 6ാം ക്ലാസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ചകളിൽ ഓൺലൈൻ പഠനത്തിന് അനുമതി തേടാമെന്നും അതോറിറ്റി വ്യക്തമാക്കി. രക്ഷിതാക്കളുടെയും അതോറിറ്റിയുടെയും മുൻകൂർ അനുമതിയോടെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. മറ്റു ദിവസങ്ങളിൽ സ്കൂൾ പഴയതുപോലെ തുടരും. കുവൈത്തിൽ നിന്ന് രാജ്യത്തിന് പുറത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ച സംഘത്തിനെതിരായ നടപടിയുടെ ഭാഗമായി ഗുവൈസത്ത് മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 10 ടാങ്കർ ട്രക്കുകൾ പിടികൂടി. ഇന്ധനം വിദേശത്തേക്ക് കടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിനിടെയാണ് സംഘത്തെ സുരക്ഷാ സേന പിടികൂടിയത്. ടാങ്കറുകളുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഡാറ്റയിൽ കൃത്രിമം നടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മയക്കുമരുന്ന് കടത്തിയ കേസിൽ വിദേശി പൌരന്മാർക്ക് ക്രിമിനൽ കോടതി വിധിച്ച വധശിക്ഷ കുവൈത്ത് അപ്പീൽ കോടതി ശരിവെച്ചു. ജഡ്ജി നാസർ സലേം അൽ ഹൈദിന്റെ അധ്യക്ഷതയിലുള്ള അപ്പീൽ കോടതിയാണ് 4 ഇറാനികളുടെ വിധി പ്രഖ്യാപിച്ചത്. കോസ്റ്റ് ഗാർഡുമായി ചേർന്ന് ഡ്രഗ് കൺട്രോൾ ജനറൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഓപ്പറേഷനിൽ 322 കിലോഗ്രാം ആഷിഷ് കണ്ടെത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തിയിരുന്നു. ബഹ്റൈനിലെ താമസ മേഖലകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന 2 ഏഷ്യൻ പൌരന്മാർ പിടിയിലായി. 6000 ദിനാറോളം വിലമതിക്കുന്ന വൈദ്യുത കേബിളുകളും ലോഹ സാമഗ്രികളുമാണ് ഇവർ മോഷ്ടിച്ചത്. പ്രതികളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്നുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നും പ്രതികൾക്കെതിരെ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഈ വർഷത്തെ ഡിജിറ്റൽ റെഗുലേറ്ററി മെച്യൂരിറ്റി ഇൻഡെക്സിൽ ആഗോളതലത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി സൗദി അറേബ്യ. 193 രാജ്യങ്ങളിൽ നിന്നാണ് സൗദിക്ക് നേട്ടം. ആഗോള ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ഉയർന്ന സ്ഥാനവും രാജ്യം നിലനിർത്തി. ഡിജിറ്റൽ റെഗുലേറ്ററി മെച്യൂരിറ്റി ഇൻഡെക്സിലാണ് നേട്ടം. ആഗോളതലത്തിൽ 2ാം സ്ഥാനമാണ് രാജ്യം കരസ്ഥമാക്കിയത്. 193 രാജ്യങ്ങളിൽ നിന്നാണ് നേട്ടം.
ആഗോള ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ഉയർന്ന ലീഡിംഗ് വിഭാഗത്തിലെ സ്ഥാനവും രാജ്യം നിലനിർത്തി. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനാണ് ഇക്കാര്യം അറിയിച്ചത്. സാമൂഹിക സാമ്പത്തിക ആഘാതം അളക്കുന്ന റെഗുലേറ്ററി നയങ്ങൾ സ്വീകരിക്കൽ, സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്ന സമഗ്ര ഡിജിറ്റൽ പ്രോഗ്രാമുകൾ ആരംഭിക്കൽ തുടങ്ങിയവയാണ് നേട്ടത്തിന് പിന്നിൽ. ശാസ്ത്രം, കൃഷി, ധനകാര്യം തുടങ്ങിയ മേഖലകളിലെ വികസനവും നേട്ടത്തിന് ഹേതുവാണ്. ദുരന്ത നിവാരണത്തിനുള്ള ടെലികമ്മ്യൂണിക്കേഷൻ റിസോഴ്സുകൾ എളുപ്പമാക്കിയതും സ്ഥാനം ഉയർത്താൻ സഹായിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ UAE സ്വദേശികൾക്കിടയിൽ ജനനനിരക്ക് ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. ഈ വെല്ലുവിളി പരിഹരിക്കുന്നതിനും യുവ കുടുംബങ്ങളെ സഹായിക്കുന്നതിനുമായി സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. 2014 മുതൽ 23 വരെയുള്ള 10 വർഷത്തിനിടയിൽ UAE സ്വദേശികളുടെ ജനനനിരക്കിൽ 13.55% കുറവാണ് ഉണ്ടായത്. കുടുംബങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ട് 2026 കുടുംബവർഷമായും UAE പ്രഖ്യാപിച്ചു. റിയാദ് സീസണുമായി ബന്ധപ്പെട്ട് സുവൈദി പാർക്കിൽ അരങ്ങേറുന്ന വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ ശനിയാഴ്ച അവസാനിക്കും. ഇന്ത്യ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. റിയാദ് സീസണുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ചതും സുവൈദി പാർക്കാണ്. റിയാദ് സീസണിന്റെ ഭാഗമായി സുവൈദിയിൽ അരങ്ങേറുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്കാണ് ശനിയാഴ്ച സമാപനമാവുക. സുഡാൻ ഫെസ്റ്റോടെയായിരിക്കും സമാപനം. നവംബർ 2 ഇന്ത്യൻ ഫെസ്റ്റോടെയായിരുന്നു സുവൈദിയിലെ തുടക്കം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ പരിപാടികൾക്കാണ് സുവൈദി വേദിയായത്. റിയാദ് സീസണുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ചതും സുവൈദി പാർക്കിലാണ്. കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് പ്രകാരം സന്ദർശകരുടെ എണ്ണം 80 ലക്ഷം കവിഞ്ഞിരുന്നു. എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സീസൺ പുരോഗമിക്കുന്നത്. കായികം, കല, സംസ്കാരം, വിനോദം തുടങ്ങിയവയുടെ സമ്മിശ്ര അനുഭവമാണ് സീസൺ ഒരുക്കുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഗിഫ്റ്റ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ നാളെയാണ്. അൽ ഹിലാലിലെ അലാലി സ്റ്റേഡിയത്തിൽ മലപ്പുറവും തൃശൂരും തമ്മിലാണ് കലാശപ്പോര്. വൈകിട്ട് 5 മണിക്ക് മ്യൂസിക്കൽ ഫാൻ പരേഡോടെ പരിപാടികൾക്ക് തുടക്കമാകും. 7 മണിക്കാണ് ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം മത്സരങ്ങൾക്ക് തുടക്കമാകും. ഗായകൻ അക്ബർ ഖാൻ സംഗീത നിശയ്ക്ക് നേതൃത്വം നൽകും. പ്രതാപ് ദാസ്, റിയാസ് കരിയാട് എന്നിവരും പങ്കെടുക്കും. MA സ്കൂൾ ബ്രാൻഡിന്റെ പ്രകടനവും അരങ്ങേറും. ദുബൈയിൽ ഫ്ളാറ്റ് സ്വന്തമാക്കാൻ അവസരം നൽകുന്ന വിൻ എ ഡ്രീം ഹോം പദ്ധതിക്ക് തുടക്കം കുറിച്ച് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ഷെറ്റ്ലാൻഡ് ഗ്രൂപ്പ് ഈ മാസം 23 മുതൽ ആരംഭിക്കുന്ന പ്രൊമോഷനിലെ ജേതാക്കൾക്ക് ഫ്ളാറ്റ് മുതൽ ഐഫോൺ വരെയാണ് സമ്മാനമായി നൽകുക. ഈ മാസം 23 മുതൽ അടുത്ത വർഷം മാർച്ച് 22 വരെ UAEയിലെ ഷക്ലൻ ബ്രാഞ്ചുകളിൽ നിന്ന് കുറഞ്ഞത് 50 ദിർഹത്തിന് സാധനങ്ങൾ വാങ്ങുന്നവർക്കാണ് ഫ്ളാറ്റ് സ്വന്തമാക്കാൻ അവസരം നൽകുന്നത്. ജാക്ക് JS4 കാർ, iPhone 17 എന്നിവയാണ് മറ്റ് സമ്മാനങ്ങൾ. ഇതുവരെ നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്ന, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് ആ കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. അപ്പം അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിരിക്കും ഇത് എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്നത്. ഒരു വീട് സ്വന്തമായി, അത് 1 വർഷത്തെ 2 വർഷത്തെ റെൻറ്റ് മാത്രമല്ല, സ്വന്തമായി അവരുടെ പേരിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി ഓണറാക്കാൻ പോവാണ്. അപ്പം ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കസ്റ്റമേഴ്സിനെ ഹാപ്പി, അവരുടെ ഹാപ്പിയും ട്രസ്റ്റുമാണ് ഞങ്ങളുടെ അച്ചീവ്മെൻറ്റ്. UAEയിലെ 28 ബ്രാഞ്ചുകളിലാണ് പ്രൊമോഷൻ നടപ്പാക്കുക. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷമീൽ സലാം, ബോർഡ് അംഗങ്ങളായ നിഹാൽ നാസർ, ആദിൽ അബു ഹാരിസ്, ഓപ്പറേഷൻസ് മാനേജർ P ഷാജിമോൻ, ഫിനാൻസ് മാനേജർ VP ഷെഫീഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്.